ഒരു കാലത്ത് റയൽ മാഡ്രിഡിൻ്റെയും സ്പെയിൻ്റെയും ഒക്കെ മിന്നും താരമായിരുന്നു ഇസ്കോ. റയൽ മാഡ്രിഡ് എന്ന സ്പാനിഷ് വമ്പന്മാരും സ്പെയിൻ നാഷണൽ ടീമും നിരവധി കിരീടങ്ങൾ നേടുമ്പോൾ അവരുടെ മിഡ്ഫീൽഡിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ഇസ്കോ. ഇപ്പോൾ അദ്ദേഹം ലാലിഗ ക്ലബ്ബായ റയൽ ബെറ്റീസിന് വേണ്ടി കളിക്കുന്നു. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂവർ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് ഇസ്കോ എന്ന താരത്തോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇതിഹാസ താരമായ ലയണൽ മെസ്സി തൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എടുക്കുന്നു. ഫുട്ബോൾ ലോകത്ത് ഇനി അദ്ദേഹം അധികകാലം തുടരില്ല. ഈ 36-ാമത്തെ വയസ്സിലും ലയണൽ മെസ്സി എന്ന താരത്തിന് ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇസ്കോ എന്ന താരത്തിന് തോന്നുന്നുണ്ടോ? ഉടൻ തന്നെ ഇസ്കോ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ലയണൽ മെസ്സി ഇപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹവുമായി ഒരു 90 മിനിറ്റ് മാച്ച് കളിക്കുക. ഈ 90 മിനിറ്റ് മത്സരത്തിൻ്റെ ആദ്യ 45 മിനിറ്റിൽ നിങ്ങൾക്ക് ലയണൽ മെസ്സിയുടെ കൂടെ പുറകെ അത്രയും വേഗത്തിൽ തന്നെ ഓടാൻ സാധിച്ചെന്ന് വരും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് തടയിടാൻ സാധിച്ചെന്ന് വരും. പക്ഷേ ആദ്യ പകുതിക്ക് ശേഷം പിന്നീടൊരു രണ്ടാം പകുതി ഉണ്ടാകും. ഈ രണ്ടാം പകുതിയിൽ 36 വയസ്സിന് ശേഷം കളിക്കുന്ന ഈ ലയണൽ മെസ്സിയുടെ കൂടെ നിങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കില്ല. നിങ്ങൾ വെറും കാഴ്ചക്കാരായി മാത്രമായി മാറും ഗ്രൗണ്ടിൽ. ആ മത്സരം കാണാനായി ഗാലറിയിലെത്തിയ കാണികളും ആ മത്സരത്തിൽ ലയണൽ മെസ്സിക്കെതിരെ കളിക്കാൻ വന്ന നിങ്ങൾക്കും മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒരേ മാനസികാവസ്ഥ തന്നെയായിരിക്കും. രണ്ടു കൂട്ടരും ലയണൽ മെസ്സി എന്താണോ ഗ്രൗണ്ടിൽ കാണിക്കുന്നത് അത് കാണാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവർ. ലയണൽ മെസ്സി എന്താണോ ഗ്രൗണ്ടിൽ കാണിക്കുന്നത് അത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ. ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് ലയണൽ മെസ്സിയുടെ കൂടെ കളിക്കാൻ സാധിക്കും. പക്ഷേ രണ്ടാം പകുതിയിൽ ലയണൽ മെസ്സി നിങ്ങളെ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഈ പ്രായത്തിലും മികച്ച പന്തടക്കവും പ്ലേ മേക്കിങ്ങുമായി കളം നിറഞ്ഞ് കളിക്കുന്ന ലയണൽ മെസ്സിയെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലയണൽ മെസ്സി എന്ന താരത്തിനെ ഫുട്ബോൾ എന്ന കായിക വിനോദം പ്രസവിച്ചതാണോ എന്ന്.